Audio Jungle. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA ബ്ലോഗ്. FTA ബ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ചാപ്റ്റർ സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് 10 എപ്പിസോഡുകളിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു. എല്ലാവർക്കും ക്ലാസ്സുകൾ ഭയങ്കര ഇഷ്ടമായി എന്ന് എല്ലാവരും അറിയിക്കുകയുണ്ടായി. വാട്സപ്പിലൂടെയും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടും ഒക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാവരും നല്ല സന്തോഷം അറിയിച്ചു, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പാഠം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ അമ്പിച്ചു ഇവിടെയുണ്ട്. അമ്പിച്ചുവിൻ്റെ മാജിക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ അമ്പിച്ചുവിൻ്റെ മാജിക്ക് ഈ എപ്പിസോഡിൽ ഉണ്ടാകും. അമ്പിച്ചു അത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അമ്പിച്ചു, മാജിക് ഉണ്ടോ? ഉണ്ട്. എന്താ മാജിക്ക്? പാലത്തിലൂടെ നടക്കുന്ന ഒരു മാജിക്കാണ് അമ്പിച്ചു ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാജിക്ക് കാണാം. മാജിക്ക് ശേഷം ക്ലാസ്സിലേക്ക് പോകാം. ഹായ് സ്റ്റുഡൻസ്, നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കിയാണ് ഞാനൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി. ഷുഗർ സൊല്യൂഷനകത്ത് കുറച്ച് ഷുഗർ കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇടുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു വലിയൊരു ചാപ്റ്ററാണ്. സൊല്യൂഷൻ എന്താണ്, അതിനകത്തുള്ള കമ്പോണൻസ് എന്താണ്, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, പിന്നെ സൊല്യൂഷൻ കാണിക്കുന്ന വ്യത്യസ്ത പ്രോപ്പർട്ടികളുണ്ട്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിനകത്തുണ്ട്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, എഴുതി വെക്കുക. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് വൈറ്റ് ബോർഡിലാണ് ഇന്ന് എടുക്കുന്നത്. എന്താണ് സൊല്യൂഷൻ? Solution is a homogeneous mixture of two or more components. രണ്ടിലധികമോ കമ്പോണൻസ് അടങ്ങിയിരിക്കുന്ന ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറിനെയാണ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ എന്നാൽ എന്ത്, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നാൽ എന്ത് എന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലുള്ള സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സൊല്യൂഷന്റെ കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ത്രൂ ഔട്ടായിട്ട് യൂണിഫോം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. എന്നാൽ അങ്ങനെ ത്രൂ ഔട്ടായിട്ട് യൂണിഫോം ആയിട്ട് കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിനെ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കും. നമ്മൾ പഠിക്കുന്നത് ഹോമോജീനിയസ് സൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് ഞാനിപ്പോൾ കാണിച്ച പോലെ 2 കമ്പോണൻസ് ഉണ്ടാവാം, 3 കമ്പോണൻസ് ഉണ്ടാവാം, 4 ഉണ്ടാവാം, 5 ഉണ്ടാവാം, എത്ര കമ്പോണൻസ് ഉണ്ടാവാം. ആ കമ്പോണൻസ് ഒക്കെ കൂട്ടിച്ചേർന്ന് അതിനെ മിക്സ് ചെയ്തിട്ട് അതിന്റെ കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ഒക്കെ യൂണിഫോം ആക്കി മാറ്റിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണിച്ച ഷുഗർ സൊല്യൂഷൻ, കുറച്ച് ഷുഗർ വെള്ളത്തിനകത്തേക്കിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്തു, ഒരുപാട് തവണ ഡിസോൾവ് ചെയ്തിട്ട് അതിനകത്തുള്ള സൊല്യൂട്ടീവ് പാർട്ടിക്കിൾസിനെ മുഴുവൻ സോൾവേറ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ആക്കി മാറ്റി. അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ സൊല്യൂഷന്റെ ടോപ്പ് ഭാഗത്ത് നിന്നും താഴ്ഭാഗത്ത് നിന്നും എവിടെ നിന്നും നമ്മൾ അതിന് പുറത്തേക്ക് എടുത്തിട്ട് അതിന്റെ ടേസ്റ്റോ പ്രോപ്പർട്ടീസോ എല്ലാം ചെക്ക് ചെയ്താൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ചായ, നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണം? വെള്ളം വേണം,
പിന്നെയോ ചായപ്പൊടി വേണം, പാല് വേണം, പഞ്ചസാര വേണം. ഈ 4 സാധനങ്ങളും കൂടി കൂടി മിക്സ് ചെയ്ത് ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആക്കി അതിന് നമ്മൾ എന്ത് ചെയ്യാം, അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഫിൽട്ടർ ചെയ്ത ചായ അതെന്താണ്, ഒരു ഹോമോജീനിയസ് സൊല്യൂഷനാണ്. അതിന്റെ മേൽഭാഗത്തുനിന്നും ചായയുടെ താഴ്ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തും നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപോലെ ആയിരിക്കൂലേ, വ്യത്യസ്തം ഉണ്ടാവില്ലല്ലോ. അത്തരം സൊല്യൂഷൻ എന്ന് വിളിക്കുക ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ 2 കമ്പോണൻസേ ഉള്ളൂ, ഷുഗറും വെള്ളവും. ചായ ആണെങ്കിൽ അത് 4 കമ്പോണൻസ് ഞാൻ പറഞ്ഞു, വെള്ളം പറഞ്ഞു, ഷുഗർ പറഞ്ഞു, ടീ ലീവ്സ് പറഞ്ഞു, പിന്നെയോ മിൽക്കും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 2 കമ്പോണൻസ് ഉണ്ടാവാം, 3 കമ്പോണൻസ് ഉണ്ടാവാം, 3ൽ കൂടുതൽ ഉണ്ടാവാം, എത്രയുണ്ടാവാം. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷനാണ് പഠിക്കുന്നത്. അതിനെയാണ് ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈനറി സൊല്യൂഷൻസ് ആർ ദോസ് സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 2 കമ്പോണൻസ്. ഷുഗർ സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ, സോൾട്ട് സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഈസ് അനദർ എക്സാമ്പിൾ. ഓക്കെ, യെസ്. അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് നമ്മളൊരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ഉണ്ടാവും. എന്താണ് സൊല്യൂട്ട്? ഇപ്പൊ കണ്ട ഷുഗർ സൊല്യൂഷനകത്ത് 1 സ്പൂൺ ഷുഗറാണ് ഇട്ടത്, എന്നാൽ വാട്ടർ ഒരുപാടുണ്ട്. ആ കൂടുതലുള്ള വാട്ടറാണ് സോൾവെന്റ്, എന്നാൽ കുറച്ചുള്ള പഞ്ചസാരയാണ് സൊല്യൂട്ട്. The component which is present in lesser quantity is called a solute, whereas the component which is present in excess is called a solvent. Solute plus solvent gives solution. The component which is present in lesser quantity is called a solute. The component which is present in excess quantity is called a solvent. Solute plus solvent we get solution. Okay? Yes. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ ആ ഫിസിക്കൽ സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സൊല്യൂഷന്റെ പേര് വിളിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ അതിനകത്തേക്ക് സൊല്യൂട്ടായിട്ട് ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, സോളിഡ് വരാം. അതിന് മൊത്തം നമ്മൾ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്നാ വിളിക്കുക. കാരണം സോൾവെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഗ്യാസ് ആണ്. ഗ്യാസിലേക്കാണ് സോളിഡ് ഇടുന്നത്, ഗ്യാസിലേക്കാണ് ലിക്വിഡ് ഇടുന്നത്, ഗ്യാസിലേക്കാണ് ഗ്യാസ് ഇടുന്നത്. അപ്പോൾ വന്ന് വീഴുന്ന ഏറ്റവും കൂടുതൽ എക്സസ് ആയിട്ടുള്ള സാധനം എന്താണോ അതിന്റെ പേരിലാണ് ആ സൊല്യൂഷൻ അറിയപ്പെടുക. അതുകൊണ്ട് ഈ സൊല്യൂഷൻ എന്ത് വിളിക്കും? ഗ്യാഷ്യസ് സൊല്യൂഷൻ. രണ്ടാമത്താണ് ലിക്വിഡ് സൊല്യൂഷൻ. അവിടെ സോൾവെന്റ് ലിക്വിഡ് ആണ്. ലിക്വിഡിനകത്തേക്ക് ഗ്യാസ് വരാം, ലിക്വിഡിനകത്തേക്ക് ലിക്വിഡ് വരാം, ലിക്വിഡിനകത്തേക്ക് സോളിഡ് വരാം. ഇത് 3 വന്നു കഴിഞ്ഞാൽ വന്ന് വീഴുന്നത് എക്സസ് ആയിട്ടുള്ള ലിക്വിഡിനകത്തായതുകൊണ്ട് ലിക്വിഡ് ആണ് ഇവിടെ ലിക്വിഡ് സൊല്യൂഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. മൂന്നാമത്തതോ നമ്മൾ എടുക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ആ സോളിഡിനകത്തേക്ക് ഗ്യാസ് വരാം, ആ സോളിഡിനകത്തേക്ക് ലിക്വിഡ് വരാം, ആ സോളിഡിനകത്തേക്ക് സോളിഡും വരാം. അവരെന്ത് വിളിക്കും? സോളിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. സോളിഡ് സൊല്യൂഷൻ ആവുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? സോളിഡ് സൊല്യൂഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് സൊല്യൂഷനെ നമ്മൾ ആ രീതിയിലാണ് അറിയപ്പെടുക. സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ ഗ്യാഷ്യസ് സൊല്യൂഷൻ, സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് വിവിധ തരത്തിലുള്ള ഈ കോമ്പിനേഷനും അതിന്റെ എക്സാമ്പിളും നമുക്ക് പഠിക്കാം. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ? ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസ്, ഇത് 3ആണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫോം ലിക്വിഡ് നൈട്രജൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്യുന്നത്. സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് ക്യാംഫർ എന്ന് പറയുന്ന സോളിഡ് ആണ്, അത് നൈട്രജൻ ഗ്യാസിൽ മിക്സ് ചെയ്യുന്നത്. ഇത് 3ഉം ഗ്യാഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്, കാരണം സോൾവെന്റ് ഗ്യാസ് ആണ്. എന്നാൽ ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, ഇത് 3ഉം ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഓക്സിജൻ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ ഗ്യാസ് ഇൻ ലിക്വിഡായി. എഥനോൾ ലിക്വിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ലിക്വിഡായി. അതുപോലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സോളിഡ് പൗഡർ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്താൽ സോളിഡ് ലിക്വിഡായി. ഇതിൽ 3ലും ലിക്വിഡാണ് സോൾവെന്റ്, സോ ഇറ്റ് ഈസ് ലിക്വിഡ് സൊല്യൂഷൻ. ഇനി ഗ്യാസ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, സോളിഡ് ഇൻ സോളിഡ്, ഇത് 3ഉം സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് പലേഡിയത്തിൽ വരുന്ന ഒക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. അതുപോലെ മെർക്കുറി, അമാൽഗം, സോഡിയം, മെർക്കുറിയും സോഡിയം കൂടി മിക്സ് ചെയ്താൽ ഉണ്ടാവുന്ന അമാൽഗം എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്.
അതുപോലെ കോപ്പർ ഗോൾഡിൽ മിക്സ് ചെയ്യുന്നത്. ഗോൾഡ് സോഫ്റ്റ് ആയ ഒരു മെറ്റലാണ്, അതിനകത്തേക്ക് കോപ്പർ മിക്സ് ചെയ്യുമ്പോഴാണ് ഓർണമെന്റ്സിലൊക്കെ നമ്മൾ ഗോൾഡിന്റെ കൂടെ കുറച്ച് കോപ്പറും കൂടി മിക്സ് ചെയ്യും. അപ്പൊ അത് സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പൊ ഇത് മൂന്നും സോളിഡ് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ വിവിധ തരത്തിലുള്ള സൊല്യൂഷൻസ്, 3 മെയിൻ ടൈപ്പ് ആയിട്ടുള്ള ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോന്നിലും വരുന്ന വ്യത്യസ്ത കോമ്പിനേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ആയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ വളരെ ഡയലൂട്ട് ആണ് എന്ന് പറയുക, അല്ലെങ്കിൽ സൊല്യൂഷൻ വളരെ കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് പറയുക, അത്ര മാത്രമേ ഉള്ളൂ. ഡയലൂട്ട് ആണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ്, അല്ലെ? എന്നാൽ കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിൽ കവിഞ്ഞൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് ക്വാളിറ്റേറ്റീവായ മെത്തേഡിനേക്കാൾ കുറച്ചും കൂടി നല്ല മെത്തേഡ്സ്, ഒരു പ്രിസൈസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവായ മെത്തേഡ്സ് കണ്ടെത്തി. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായ മെത്തേഡ്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതിനുവേണ്ടി പ്രധാനപ്പെട്ട 7 മെത്തേഡ്സുകളാണ് സജസ്റ്റ് ചെയ്യപ്പെട്ടത്. ഒന്നാമത്തെ മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തെ മെത്തേഡാണ് വോളിയം പെർസെൻറ്റേജ്, മൂന്നാമത്തെ മെത്തേഡാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇത് മൂന്നും ഒന്നിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ വരുന്നതാണ് പാർട്സ് പെർ മില്യൺ, അതും ഇതുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ അവസാനം വരുന്ന 3 കാര്യങ്ങളാണ് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. അങ്ങനെ 7 എണ്ണം. അതായത് 1 മാസ് പെർസെൻറ്റേജ്, 2 വോളിയം പെർസെൻറ്റേജ്, 3 മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, 4 പാർട്സ് പെർ മില്യൺ, 5 മോൾ ഫ്രാക്ഷൻ, 6 മൊളാരിറ്റി, 7 മൊളാലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തേലേക്ക് പോകാം. ഒന്നാമത്തെ മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് നമ്മൾ എടുക്കുക, ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷനും എടുക്കുക, എന്നിട്ട് മാസ് ഓഫ് ദ സൊല്യൂട്ടിനെ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻ? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ mass of solution into 100. ഇതാണ് മാസ് പെർസെന്റേജിന്റെ ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് കമ്പോണന്റ് എന്ന പേരിൽ പറയുകയാണെങ്കിൽ മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെന്റേജിന്റെ ഫോർമുല. ഉദാഹരണത്തിന് 10 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ 90 ഗ്രാം വാട്ടറിലേക്ക് ഇടുകയാണ്. 10 ഗ്രാം ഗ്ലൂക്കോസ് 90 ഗ്രാം വാട്ടറിലേക്ക് ഇടുന്നു. അപ്പൊ ആകെ എത്ര ഗ്രാം ആയി? ഈ സൊല്യൂട്ടും ഈ സോൾവെന്റും കൂടിയിട്ട് ആകെ നമുക്ക് 100 ഗ്രാം കിട്ടി. എങ്കിൽ വാട്ട് ഈസ് മാസ് പെർസെന്റേജ് ഓഫ് ദിസ് ഗ്ലൂക്കോസ് എന്ന് നമുക്ക് കണ്ടെത്താം. മാസ് ഓഫ് ദ ഗ്ലൂക്കോസ്, സൊല്യൂട്ട് ആണ് ഗ്ലൂക്കോസ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഈക്വൽ ടു 10 gram into total mass of the solution 100 gram into 100. എന്ത് കിട്ടും? 100 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് ഗ്ലൂക്കോസ് 10% എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ എപ്പോഴും 100 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 100 ആകുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെയിറ്റ് തന്നെ, സൊല്യൂഷന്റെ ആകെ വെയിറ്റ് 100 ഗ്രാം ആണെങ്കിൽ നമ്മൾ സൊല്യൂട്ടിന്റെ എത്ര വെയിറ്റ് ആണ് എടുക്കുന്നത് അത്രയും തന്നെ പെർസെന്റേജ് കിട്ടും. നമുക്ക് അങ്ങനല്ലേ മാർക്കൊക്കെ പറയാം. നമുക്ക് 100-ൽ ഒരു 40 മാർക്ക് കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ എത്ര പെർസെന്റേജ് ആണ്? 40% നമ്മൾ പറയും. കാരണം അടിയിൽ 100 ആണ്, 40/100 into 100 ആണ്. അപ്പോഴാണ് നമുക്ക് 40 എന്ന് കിട്ടുന്നത്, അല്ലേ? അപ്പൊ അടിയിൽ എപ്പോഴും ടോട്ടൽ 100 എന്ന് വരികയാണെങ്കിൽ നമ്മൾ എത്രയാണോ സൊല്യൂട്ടിന്റെ മാസ് എടുക്കുന്നത് അത് തന്നെയായിരിക്കും പെർസെന്റേജ്. അതുകൊണ്ടാണ് 10 ഗ്രാം സൊല്യൂട്ട് എടുത്തപ്പോൾ ആകെ ടോട്ടൽ മാസ് 100 ആയതുകൊണ്ട് നമുക്ക് പെർസെന്റേജ് എത്ര കിട്ടുന്നത്? 10% കിട്ടുന്നത്. ഓക്കെ,
ഇത് നമ്മുടെ സൊല്യൂട്ടിന്റെ മാത്രം മാസ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതിയോ? സോൾവെന്റിന്റെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോഴെന്ത് ചെയ്യണം? മാസ് ഓഫ് ദ സോൾവെന്റ് മുകളിൽ എടുക്കണം, ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അങ്ങനെയും എടുക്കാം അല്ലേ? ഇപ്പൊ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്, ഇവിടെ എത്ര മാസ് ഓഫ് ദ സോൾവെന്റ് വരിക? സോൾവെന്റ് വാട്ടർ ആണ്, അത് 90 ഗ്രാം ആണ് അല്ലേ? അപ്പൊ 90 ഗ്രാം മുകളിൽ വരും. മാസ് ഓഫ് ദ സോൾവെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എത്ര തന്നെയാണ്? 100 തന്നെയാണ്, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90% എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇവിടെ സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻ പഠിച്ചാൽ മതി. സോൾവെന്റ് വെച്ചുള്ള കാര്യം നിങ്ങൾ പഠിക്കണമെന്നില്ല. അപ്പൊ സൊല്യൂട്ടിന്റെ മാസിനെ നമ്മൾ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെയാണ് എന്ത് വിളിക്കുക? അതിനെയാണ് മാസ് പെർസെന്റേജ് എന്ന് വിളിക്കുക. ക്ലിയർ? ഇത് സാധാരണ കമേഴ്ഷ്യൽ ആയിട്ട് ഇൻഡസ്ട്രിയൽ പ്രോസസ് മെത്തേഡ്സിന്റെ കാര്യത്തിലാണ് അപ്ലിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 3.652 ഗ്രാം sodium hypochlorite in water is called commercially called as bleaching solution. 3.652 gram 3.652 gram sodium hypochlorite in water ആണ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3.652 ഗ്രാം സോഡിയം ഹൈപ്പോക്ലോറേറ്റ് കൃത്യമായി അളന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ 100 ഗ്രാം വാട്ടറിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.652 divided by 100 into 100 equal to 3.652% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 3.652% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അത് ബ്ലീച്ചിങ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ ആയിട്ടാണ് ഈ മാസ് പെർസെന്റേജ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൽ ഏത് കമ്പണന്റ് ചോദിച്ചു കഴിഞ്ഞാലും ആ കമ്പണന്റ് മാസ് മുകളിൽ എടുക്കുക, ടോട്ടൽ മാസ് ഓഫ് ദ കമ്പണന്റ് താഴെ എടുക്കുക, ഇൻറ്റു 100. അതാണ് മാസ് പെർസെന്റേജ്. വെരി ക്ലിയർ? യെസ്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അടുത്താണ് വോളിയം പെർസെന്റേജ്. അപ്പൊ എന്താണ് വോളിയം പെർസെന്റേജ്? വോളിയം പെർസെന്റേജ് നേരത്തെ തൊട്ട് മുമ്പേ മാസ് പെർസെന്റേജ് പറഞ്ഞ പോലെ തന്നെ പറയാം. എന്താണ്? വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. നമ്മൾ സൊല്യൂട്ടിന്റെ വോളിയം എടുക്കുക, ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം എടുക്കുക, എന്നിട്ട് 100 മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ total volume of solution into 100. ഇതാണ് വോളിയം പെർസെന്റേജ്. അത് കമ്പോണന്റ് ആയിട്ട് പറയുകയാണെങ്കിലോ വോളിയം ഓഫ് എ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻറ്റു 100. അങ്ങനെയാണ് വോളിയം പെർസെന്റേജ് പറയുക. ഉദാഹരണത്തിന് 10% ഈഥൈൽ ആൽക്കഹോൾ 10% ഈഥൈൽ ആൽക്കഹോൾ വാട്ടറിനകത്തേക്ക് ഒഴിച്ച് 100 ml ആക്കുന്നു. അപ്പോൾ 10 ml ആണ് ഈഥൈൽ ആൽക്കഹോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ml ഈഥൈൽ ആൽക്കഹോൾ എത്ര ml വാട്ടറിലേക്ക് ഒഴിച്ചു? 90 ml വാട്ടറിലേക്ക് ഒഴിച്ചു. 90 ml വാട്ടറിലേക്ക് ഒഴിച്ചു. അപ്പോൾ ആകെ എത്ര സൊല്യൂഷന്റെ വോളിയം? 10 + 90 = 100 ml ആണ് ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, എങ്കിൽ എന്താണ് വോളിയം പെർസെന്റേജ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ? 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ 100 ആണ് ഇൻറ്റു 100 ഈക്വൽ ടു 10%. അപ്പോൾ 10% ഈഥൈൽ ആൽക്കഹോളിന് നമുക്ക് കിട്ടി. ടോട്ടൽ വോളിയം എപ്പോഴും 100 ആയിരിക്കണം. റെഡി? ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് 35 ml എത്തിലീൻ ഗ്ലൈക്കോൾ 65 ml വാട്ടറിലേക്ക് ഒഴിക്കുന്നു. 35 ml എത്തിലീൻ ഗ്ലൈക്കോൾ 65 ml വാട്ടറിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ എന്താണ് വോളിയം പെർസെന്റേജ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ? 35 ഡിവൈഡഡ് ബൈ ടോട്ടൽ കണ്ടുപിടിക്കണ്ടേ? 35 + 65 എത്രയാണ്? 35 + 65 എത്രയാണ്? 100 ആണ് ഇൻറ്റു 100 അല്ലേ? 35 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 we get 35% എത്തിലീൻ ഗ്ലൈക്കോൾ സൊല്യൂഷൻ. ഇതിനെയാണ് ആന്റി ഫ്രീസ് എന്ന് വിളിക്കുന്നത്. ആന്റി ഫ്രീസ് 35% എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് ആന്റി ഫ്രീസ്. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് -17.6 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറച്ചു കൊണ്ടുവരും. വാഹനങ്ങളിലൊക്കെ ആന്റി ഫ്രീസ് ഉപയോഗിക്കും. അത് പെട്ടെന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറച്ച് -17.6 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുവരണം. ആ ഫ്രീസ് ആവാൻ പാടില്ല. ഫ്രീസിംഗിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ 35% സൊല്യൂഷൻ. അത് ആന്റി ഫ്രീസ് ആണ്. ഓക്കെ, ആന്റി ഫ്രീസ് ഈസ് 35% ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ക്ലിയർ? അപ്പോൾ വോളിയം പെർസെന്റേജ് മനസ്സിലായല്ലോ. വോളിയം പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലെങ്കിൽ
വോളിയം ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ഓൾ ദ കമ്പോണൻസ് ഇൻറ്റു 100. എന്ത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വോളിയം എടുക്കണം. വോളിയമാണ് മുകളിൽ എടുക്കേണ്ടത്, താഴെയും വോളിയം ആയിരിക്കണം. അപ്പോഴാണ് ഇതിനെ വോളിയം പെർസെൻറ്റേജ് എന്ന് വിളിക്കുക. ഡൺ? യെസ്. ഇനി അടുത്തതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുന്നത് മാസ് ആയിരിക്കും, ഡിനോമിനേറ്ററിൽ എടുക്കുന്നത് വോളിയം ആയിരിക്കും. മാസ് ഓഫ് എ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ 100 ml ഇൻറ്റു 100. മാസ് ഓഫ് എ സൊല്യൂട്ട് 100 ml വോളിയം ഓഫ് സൊല്യൂഷൻ എത്ര എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് നമ്മൾ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100, അല്ലെങ്കിൽ മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ടോട്ടൽ സൊല്യൂഷൻ ഇൻറ്റു 100. അതിനെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലും അതുപോലെ മെഡിസിനൽ ഫീൽഡിലൊക്കെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം. നാലാമത്തതാണ് പാർട്സ് പെർ മില്യൺ. സൊല്യൂട്ടിന്റെ പെർസെൻറ്റേജ്, സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ വളരെ കുറവാകുമ്പോഴാണ് പാർട്സ് പെർ മില്യൺ നമ്മൾ ഉപയോഗിക്കുക. പാർട്സ് പെർ മില്യന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത് PPM എന്നാണ്. എന്താണ് പാർട്സ് പെർ മില്യൺ? സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ 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 കുറവാകുമ്പോഴാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത്. സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ വളരെ കുറവാകുമ്പോൾ നെറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായ റിസൾട്ട് ആയിരിക്കും. ആ മൈന്യൂട്ടായ റിസൾട്ടിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുക. മാസ് പെർസെൻറ്റേജ് നമുക്കറിയാം ഇല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ 10⁴ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടും? പാർട്സ് പെർ മില്യൺ നമുക്ക് കിട്ടും. എന്താണ് പാർട്സ് പെർ മില്യന്റെ ഫോർമുല എന്ന് നമുക്ക് നോക്കാം. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്സ് ബൈ മാസ് ഓഫ് ഓൾ കമ്പോണന്റ് ഇൻറ്റു 10⁻⁶. റിമെമ്പർ 10⁻⁶ നെ മറക്കരുത്. 10⁻⁶ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്സ് ബൈ മാസ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻറ്റു 10⁻⁶ എന്ന് പറയുന്നതാണ് പാർട്സ് പെർ മില്യൺ. സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ 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 മൈന്യൂട്ട് ആകുമ്പോഴാണ്, ലിറ്റിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ഉദാഹരണത്തിന് അന്തരീക്ഷത്തിലുള്ള പൊല്യൂട്ടൻസിന്റെ സാന്നിധ്യം ടോട്ടൽ എയറുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ വളരെ മൈന്യൂട്ട് ആയിരിക്കും. വാട്ടറിനകത്തുള്ള പൊല്യൂട്ടൻസ് സാന്നിധ്യം, സീ വാട്ടറിനകത്തൊക്കെയുള്ള പൊല്യൂട്ടൻസിന്റെ സാന്നിധ്യം വളരെ വളരെ വലിയ വൈഡായിട്ട് ലാർജ് വോളിയാണ് സീ വാട്ടർ. അതിനകത്തുള്ള പൊല്യൂട്ടൻസിന്റെ എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ വലിയൊരു സോൾവെന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലിറ്റിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഉപയോഗിക്കുക പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ ലിറ്റർ ഓഫ് സീ വാട്ടർ കണ്ടെയ്ൻസ് 6 × 10⁻³ ഗ്രാം ഡിസോൾവ്ഡ് ഓക്സിജൻ. ഒരു ലിറ്റർ സീ വാട്ടറിനകത്ത് 6 × 10⁻³ ഗ്രാം ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഇതെങ്ങനെ പാർട്സ് പെർ മില്യണിൽ എക്സ്പ്രസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് കമ്പോണന്റ് ഓക്സിജൻ ആണ്. അത് 6 × 10⁻³ ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ആണ്. അപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. വാട്ടർ ഇവിടെ ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1030 ഗ്രാം ആണ് വരിക. അപ്പോൾ 1030 ഗ്രാം ആണ് വാട്ടറിന്റെ മാസ്. പ്ലസ് നേരത്തെ തന്നിരിക്കുന്ന 6 × 10⁻³ ഗ്രാമും കൂടി കൂട്ടുക. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1030.006 എന്നാണ് കിട്ടുക. പോയിന്റ് ശേഷമുള്ള സാധനം വളരെ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം 1030 ഗ്രാം എന്ന് നമുക്ക് എടുക്കാം. അതായത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ വളരെ മൈന്യൂട്ട് ആവുകയാണ് സോൾവെന്റിനെ അപേക്ഷിച്ച് വരുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ സോൾവെന്റ് വെയിറ്റ് തന്നെയാണ് ടോട്ടൽ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കുക? പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്സ് ബൈ മാസ് ഓഫ് ഓൾ കമ്പോണന്റ് ഇൻറ്റു 10⁻⁶ എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 × 10⁻³ ഡിവൈഡഡ് ബൈ 1030 ഇൻറ്റു 10⁻⁶. അതിൽ 10⁻⁶ ഒഴികെയുള്ള പാർട്ടിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.0058 × 10⁻³ എന്ന് ആദ്യം കിട്ടും. വീണ്ടും നമ്മളൊന്നുകൂടി ആ 10⁻³ പാർട്ട് കൂടി ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ 0.000058 എന്നാണ് കിട്ടുന്നത്.
അത് വളരെ മൈന്യൂട്ടായ ഒരു വാല്യൂ ആണ് അല്ലെ. വളരെ മൈന്യൂട്ടായ വാല്യൂവിനെ നമ്മൾ 10�6 കൊണ്ട് ഗുണിക്കുമ്പോൾ 5.8 വന്നു, 5.8 ppm വന്നു. അതായത് വളരെ ചെറിയൊരു വാല്യൂവിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് 5.8 എന്ന് എഴുതാൻ പറ്റുന്നത് അത് പാർട്സ് പെർ മില്യണിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ അല്ലെ. അപ്പൊ അങ്ങനെ വളരെ മൈന്യൂട്ടായ സാന്നിധ്യമുള്ള കേസ് പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക, പാർട്സ് പെർ മില്യൺ നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ? ഓക്കെ. ഇപ്പൊ പാർട്സ് പെർ മില്യൺ ഡെഫിനിഷൻ എന്താണ്? ഇങ്ങനെ പറയുക, നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ കമ്പോണന്റ്. അതായത് മൊത്തം നമ്മൾ ആ സൊല്യൂഷനെ വ്യത്യസ്ത പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂട്ട് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടുകൾ എത്രയാണ്, അതിനെ ആകെ പാർട്ടുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റെഡി? ക്ലിയർ? യെസ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഒന്നാമത്തേതാണ് മാസ് പെർസെന്റേജ്. എന്താ ഡെഫിനിഷൻ? മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ് ഇൻടു 100, അല്ലെങ്കിൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻടു 100. ക്ലിയർ? യെസ്. രണ്ടാമത്തേതാണ് വോളിയം പെർസെന്റേജ്. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻടു 100, അല്ലെങ്കിൽ വോളിയം ഓഫ് എ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ഓൾ ദ കമ്പോണന്റ് ഇൻടു 100. മൂന്നാമത്തേതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ 100 ml ഇൻടു 100. അതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അവസാനം പറഞ്ഞാണ് പാർട്സ് പെർ മില്യൺ അല്ലേ. നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്സ് ബൈ മാസ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഇൻടു 10�6. റെഡി? ക്ലിയർ? യെസ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇത് മൂന്നുമാണ്. കാരണം ഇത് മൂന്നും നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻസിലൊക്കെ ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്താണ് മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ എക്സ് ആണ്. എക്സ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. ഇതാണ് മോൾ ഫ്രാക്ഷൻ. നമ്മൾ ഒരു സൊല്യൂഷനിൽ ബൈനറി സൊല്യൂഷൻ ആണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഇനി അങ്ങോട്ട് മുഴുവനായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു. എ എപ്പോഴും സോൾവെന്റ് ആയിരിക്കും, ബി എപ്പോഴും സൊല്യൂട്ട് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഒരു സൊല്യൂഷനകത്ത് സോൾവെന്റ് ആയിട്ട് എ ഉണ്ടാവും, സൊല്യൂട്ട് ആയിട്ട് ബി ഉണ്ടാവും. ഓക്കെ. ഇതില് വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് ചോദിച്ചാൽ ഈ എക്സ് എ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റും വേണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും വേണം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അല്ലേ. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഏത് കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ ആകെ കമ്പോണന്റ്സിന്റെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ രണ്ട് കമ്പോണന്റ് ഉള്ള ബൈനറി സൊല്യൂഷൻ അകത്ത് ഈ രണ്ട് മോൾ ഫ്രാക്ഷനും കൂടി ആഡ് ചെയ്താലോ നമുക്ക് 1 എന്ന് കിട്ടും ഇല്ലേ. ഈ എക്സ് എയും ഈ എക്സ് ബിയും ആഡ് ചെയ്താൽ ഈ NA ബൈ NA പ്ലസ് NB പ്ലസ് ഈ NB ബൈ NA പ്ലസ് NB. ഓക്കെ. എന്ത് വരും? ഈ NA പ്ലസ് ന്യൂമറേറ്ററിൽ NA പ്ലസ് NB എന്ന് വരും, ഡിനോമിനേറ്ററിലും NA പ്ലസ് NB എന്ന് തന്നെ വരും. രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ, സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണന്റ്സ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് മുകളിൽ എടുക്കുക, താഴെ ആകെ എല്ലാ കമ്പോണന്റ്സിന്റെയും നമ്പർ ഓഫ് മോൾസ് എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് ethanol C2H5OH in a spirit containing 85% ethanol by mass. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ 85% ethanol by mass ആണ്. മാസ് പെർസെന്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ 85% ethanol by mass ആണ്. 85
ഗ്രാം എന്തുണ്ടാവും? എത്തനോൾ ഉണ്ടാവും. അതുപോലെ ബാക്കിയുള്ള 100 ആവണം, ബാക്കിയുള്ള 15 ഗ്രാം ആയിരിക്കും വാട്ടർ. ഓക്കെ, അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോൾ ഫ്രാക്ഷൻ ഓഫ് എഥനോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് എഥനോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ethanol divided by number of moles of ethanol plus number of moles of water. അതാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അയാളുടെ മോളിൽ എടുക്കുക, ആകെ ഉള്ള കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് താഴെ എടുക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കൊണ്ടുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. റെഡി? അപ്പോൾ C2H5OH ന്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് C2H5OH ന്റെ മോളിക്കുലാർ മാസ്? നോക്കാം. കാർബൺ 24, ഓക്സിജൻ 16, ടോട്ടൽ 6 ഹൈഡ്രജൻ 46 ഗ്രാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 85 ഡിവൈഡഡ് ബൈ 46. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ. വാട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ? ഗിവൺ മാസ് എത്രയാണ്? 15 ഗ്രാം. മോളിക്കുലാർ മാസ് എത്രയാണ് വാട്ടറിൻ്റെത്? 18 എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് കിട്ടി, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ 85/46 ഡിവൈഡഡ് ബൈ 85/46 പ്ലസ് 15/18 ഈക്വൽ ടു, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ഏകദേശം 0.69 എന്ന് നമുക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് ലെസ് ആണ് മോൾ ഫ്രാക്ഷൻ. മുകളിലും നമ്പർ ഓഫ് മോൾസ് ആണ്, താഴെ നമ്പർ ഓഫ് മോൾസ് ആണ്, യൂണിറ്റ് ലെസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുകയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്. അതാണ് മോൾ ഫ്രാക്ഷൻ. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. റെഡി? ഇനി അടുത്ത നമ്മൾ ടേമിലേക്ക്, കോൺസെപ്ഷൻ ടേമിലേക്ക് പോവാണ്. മൊളാരിറ്റി. മൊളാരിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ M ആണ്. മൊളാരിറ്റി, MOLARIT, മൊളാരിറ്റി. കഴിഞ്ഞ വർഷം പഠിച്ചാണ് അല്ലേ? എന്താണ് മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ? മൊളാരിറ്റി സമം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളതാണ് മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB, വോളിയം ഓഫ് സൊല്യൂഷൻ V. വോളിയം തരുന്നത് മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം തരുന്നത് മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ മിക്കവാറും മില്ലി ലിറ്ററിലാണ് തരിക, അപ്പോൾ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ഒന്ന് മാറ്റി എഴുതിയാലോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, WV/MB എന്ന് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാറ്റി എഴുതാം. നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗിവൺ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു V മോളിൽ ഇൻറ്റു 1000. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി, ഇതാണ് നമ്മുടെ മൊളാരിറ്റി. മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണോ? മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഇവിടെ വോളിയം ഫാക്ടർ ഉണ്ട്, വോളിയം എക്സ്പാൻഷൻ ഇല്ല. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയത്തിന്റെ എക്സ്പാൻഷൻ, ടെമ്പറേച്ചർ കുറഞ്ഞതനുസരിച്ച് വോളിയത്തിന്റെ കൺട്രാക്ഷൻ ഒക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. റെഡി? യെസ്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. 20 ഗ്രാം എണ്ണ ഒഴിച്ച് 1000 ml വാട്ടറിലേക്ക് ഇട്ടു. 20 ഗ്രാം എണ്ണ ഒഴിച്ച് 1000 ml വാട്ടറിലേക്ക് നമ്മൾ ഇട്ട് ഡിസോൾവ് ചെയ്യും. വാട്ട് ഈസ് മൊളാരിറ്റി? സിമ്പിൾ ആണ്. നമ്പർ ഓഫ് വെയിറ്റ് ഓഫ് ദി സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ്? 20 ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാണ്? NaOH ന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 23, 16, 1, 40 ഗ്രാം ഡിവൈഡ് ബൈ 40. എത്ര ml കിട്ടും? 1000 ml കിട്ടും. 1000 ക്യാൻസൽ ആയി. 20/40 എന്ന് പറഞ്ഞാൽ 0.5, 0.5 മോളാർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് മൊളാരിറ്റി കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വോളിയം ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് മൊളാരിറ്റി. റെഡി? യെസ്. ഇനി നമ്മൾ അവസാനത്തെ കോൺസെഷൻ ടെക്നിക്കിലേക്ക് പോവാണ്. അതാണ് മൊളാലിറ്റി. മൊളാലിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ M. എന്താണ് മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. M is equal to NB/WA.
number of moles of solute divided by weight of the solvent. Weight of the solvent. അത് ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ into 1000. Number of moles of solute divided by weight of the solvent in kilogram. അതാണ് NB by WA. ഇനി number of moles of solute divided by weight of the solvent in gram ആണെങ്കിൽ into 1000 കൂടി വേണം. ഓക്കെ, നമുക്ക് അതിനൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഉദാഹരണത്തിന് 30 gram CH3COH ethanoic acid dissolved in 1000 gram benzene. What is molality? ഇപ്പോൾ തന്നിരിക്കുന്നത് 30 gram ethanoic acid ആണ്, CH3COH. 1000 gram benzene ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ NB by WA into 1000 എന്നാണ്. NB നെ മാറ്റി എഴുതിയാൽ WB by MB WA into 1000 എന്ന് വരും. നമുക്ക് WB അറിയാം, weight of the solute. സൊല്യൂട്ടിന്റെ weight 30 gram. അപ്പോൾ WB തന്നിട്ടുണ്ട് 30 gram. പിന്നെ വേണ്ടത് molecular mass of solute. molecular mass of solute, molecular mass of CH3COH. 2 കാർബൺ 24, 2 ഓക്സിജൻ 32, 4 ഹൈഡ്രജൻ. സം ചെയ്ത് കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. അപ്പോൾ 60 weight of the solvent given as 1000 gram. On substituting we get 30 into 1000 divided by WA. Molecular mass of solute 60 into WA 1000. We get 0.5 molar. Okay. Okay friends, നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 7 മെത്തേഡ്സ് പഠിച്ചു. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. 3 കണ്ടുവരുന്നു 7 ആദ്യത്തെ 4 ഏകദേശം ഒരേപോലെയാണ്. അതിൽ തന്നെ 3 പ്രത്യേകതയുണ്ട്. മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മാസ് പെർസെൻറ്റേജ്, വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വോളിയം പെർസെൻറ്റേജ്, മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് കണ്ടെത്തുന്നത് വളരെ കുറവാകുമ്പോൾ, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറവാകുമ്പോഴാണ് എന്തെടുക്കുക, പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുക. നമ്പർ ഓഫ് മോൾസ് വെച്ചുകൊണ്ട് പറയുന്നതാണ് അടുത്ത 3. നമ്പർ ഓഫ് മോൾസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മോൾ ഫ്രാക്ഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വോളിയം ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മൊളാരിറ്റി. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മൊളാലിറ്റി. അങ്ങനെ നമ്മൾ ബേസിക്കലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയ കാര്യങ്ങൾ ഏതാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് അല്ലാത്ത കാര്യങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. വോളിയം ഫാക്ടർ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പോൾ വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. പിന്നെയോ മൊളാരിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. 3-നകത്തും ബി വരുന്നുണ്ട്. എന്നാൽ ബി വരാത്ത കേസുകളൊക്കെ എന്താണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. ഓരോന്നിനും ഓരോ പ്രോബ്ലവും എക്സാമ്പിളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് സോൾവ് ചെയ്തതും സോൾവ് ചെയ്യാത്തതുമായ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൽ ഒരു പ്രോബ്ലം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിലൊരു ഹിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിലൊരു ഹിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണുള്ളത്? മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ NB/V എന്നല്ലേ? NB/V എന്നാണല്ലോ. ഈ V ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല, പകരം ഡെൻസിറ്റി ആണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പൊ വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. തന്ന മാസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ആ വോളിയം ഉപയോഗിച്ച് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി ഈക്വൽ ടു NB/V. V ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഡെൻസിറ്റി തന്നു. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി അല്ലേ? യെസ്. അപ്പോൾ വോളിയം കിട്ടി. അത് നമുക്ക് മൊളാരിറ്റി എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊളാരിറ്റി കിട്ടും. ആ ഒരു പ്രോബ്ലം കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്.
അത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു വ്ളോഗ് FTA വ്ളോഗ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. എല്ലാ കുട്ടികളും ഇതിനകത്തേക്ക് ചേർക്കുക. നിങ്ങളുടെ എല്ലാ സമയത്തുള്ള സംശയങ്ങളും ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ നിങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.